പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അങ്ങയുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യത്തിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ അങ്ങയുടെ മക്കള് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്നത്. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങള്, ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങള്, പ്രതിസന്ധികള്, രോഗപീഠകള് എല്ലാത്തിൻ്റെ മേൽ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് കൂടെ വസിക്കുന്ന വലിയൊരു അഭിഷേകം, വലിയൊരു സാന്നിധ്യം ഞങ്ങൾക്കും അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് കൂടെ വസിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തിൽ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും ഉണ്ണീശോയുടെയും സ്വർഗം മുഴുവന്റെയും നിറസാന്നിധ്യത്തിൽ കർത്താവെ അങ്ങയുടെ മക്കളായി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ദൈവം നമ്മുടെ കൂടെ വസിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ദൈവമാണ്. ഇമ്മാനുവലായിട്ട് കൂടെ വസിക്കാൻ വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന ദൈവം. അതോടൊപ്പം തന്നെ എപ്പോഴും തന്റെ മക്കളുടെ കൂടെ വസിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ മനുഷ്യവംശത്തിന്റെ എല്ലാ സമയത്തും നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. നമ്മൾ ഇന്ന് കാണുന്നത് യാക്കോബിന്റെ കൂടെ കർത്താവ് ഇറങ്ങി വന്ന് ഇടപെട്ടതിന്റെ വലിയൊരു സന്ദേശമാണ്. നമുക്കറിയാം, ഏസാവിനെ ചതിച്ച് ഇസഹാക്കിനെ പറ്റിച്ച് അനുഗ്രഹം തട്ടിയെടുത്ത് ലാബാനരികിലേക്ക് ഒളിച്ചോടുന്ന യാക്കോബ്. അവൻ പോണ വഴിക്ക് മരുഭൂമിയില് അവൻ കിടന്നുറങ്ങുക, ക്ഷീണിച്ച്. ആ സമയത്ത് യാക്കോബിന് ഒരു സ്വപ്നം കാണുകയാണ്. ഒരു ഗോവണി, മാലാഖമാര് കയറിയിറങ്ങുന്നു. അങ്ങനെ ഒരു വലിയ ദൈവിക സ്വർഗീയ ദർശനം യാക്കോബിനുണ്ടാവുക. അത് കഴിഞ്ഞപ്പോ യാക്കോബിനോട് ദൈവമായ കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാ, 28-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വചനം. കർത്താവ് പറയാ, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. പിന്നെ പറയാ, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. പിന്നെ പറയാണ്, നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഇവിടെ തന്റെ മക്കളോട് ദൈവം പറയുന്ന വലിയൊരു വാഗ്ദാനമാണിത്. ഈ യാക്കോബിന് മാത്രമല്ല, എനിക്കും നിനക്കും ഉള്ള ഒരു വാഗ്ദാനമാണ്. അപ്പന്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് ആകാശത്തിലെ മഞ്ഞും ഭൂമിയിലെ സമൃദ്ധിയും ദൈവം നിനക്ക് തരട്ടെ എന്ന് പറഞ്ഞ് കുറെ അനുഗ്രഹത്തിന്റെ വാക്കുകൾ ഈ യാക്കോബിനോട് ഇസഹാക്കിലൂടെ പറഞ്ഞിട്ടുണ്ട്. ദൈവം പറയാ, നിന്നോട് അപ്പനിലൂടെ പറയപ്പെട്ട അനുഗ്രഹത്തിന്റെ വാക്കുകൾ നിന്നിൽ പൂർത്തിയാകുന്നത് വരെ ഞാൻ നിന്നെ കൈവിടില്ല. നീ പോകുന്നിടത്തൊക്കെ ഞാൻ നിന്റെ കൂടെയുണ്ട്. യാക്കോബ് ഈ അനുഗ്രഹം സ്വീകരിച്ചിട്ട് അവൻ ഉറക്കത്തിൽ നിന്നിട്ട് പറയണം, സത്യമായും കർത്താവ് ഇവിടെയുണ്ട്, സത്യമായും ഇത് ദൈവത്തിന്റെ ഭവനമാണെന്ന് പറഞ്ഞ് അവൻ ആ സ്ഥലത്തിന് ബേഥേൽ, ദൈവത്തിന്റെ ഭവനം എന്ന പേരിട്ടു. കർത്താവ് ഇവിടെയുണ്ട്. എവിടെയാണ്? അവൻ മരുഭൂമിയിൽ അപ്പനിൽ നിന്ന്, ഏസാവിൽ നിന്ന് പേടിച്ച് ഓടുകയാണ്. അങ്ങനെ ഒളിച്ചോടുന്ന സമയത്ത് ആ മരുഭൂമിയിൽ ദൈവമായ കർത്താവ് ഈ യാക്കോബിന് പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ടാണ് ഈ വാഗ്ദാനം കൊടുക്കുന്നത്. യാക്കോബ് അത് സ്വീകരിച്ചു. അവന്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. പക്ഷെ ചില മേഖലകളിൽ അനുഗ്രഹിക്കപ്പെടാൻ തടസ്സമുണ്ടവന്. ആ തടസ്സം എന്തായിരുന്നു? അവൻ നുണ പറഞ്ഞാണ് അപ്പന്റെ അനുഗ്രഹം വാങ്ങിച്ചത്. അതുകൊണ്ട് ഒരു 20 വർഷക്കാലം ഈ അനുഗ്രഹം പ്രാപിക്കാതെ തകർക്കപ്പെട്ട്, അടിമപ്പണി ചെയ്ത്, ചതിക്കപ്പെട്ട്, വഞ്ചിക്കപ്പെട്ട്, കൂലിയില് വെട്ടിക്കുറയ്ക്കപ്പെട്ട് ഒരു 20 വർഷം അടിമയെ പോലെ യാക്കോബ് കഴിയുന്നുണ്ട്. പക്ഷേ ദൈവം അവനെ കൈവിട്ടില്ല.
തിരിച്ചു വരുമ്പോ യാബോക്കെന്ന കടവിന്റെ തീരത്ത് കർത്താവിന്റെ സാന്നിധ്യം വീണ്ടും ഇറങ്ങി വന്ന് ആ ദൂതനുമായി മൽപ്പിടുത്തം നടത്തി. അവസാനം ഈ യാക്കോബ് പറയാ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടില്ല, ദൈവാനുഗ്രഹം അനുഗ്രഹിക്കണം. ആ സമയത്ത് ദൈവത്തിന്റെ ദൂതൻ ചോദിക്കുന്നുണ്ട്, നിന്റെ പേരെന്താണ്? കാരണം ഒരു നുണ പറഞ്ഞിട്ടാണ് ഈ യാക്കോബ് അനുഗ്രഹം തട്ടിച്ചെടുത്ത്. നീ ഏസാവാണോ എന്ന് അപ്പൻ ചോദിക്കുമ്പോ അതേന്ന് പറഞ്ഞു നുണ പറഞ്ഞു, പേര് മാറ്റി പറഞ്ഞു, പേരിന്റെ പേരിൽ നുണ പറഞ്ഞു. അത് മാറ്റി പറയണം. അതിനുവേണ്ടി ദൈവദൂതൻ ചോദിച്ചു, നിന്റെ പേരെന്താ? അപ്പൊ യാക്കോബ് പറഞ്ഞു, യാക്കോബ് എന്നാണ് എന്റെ പേര്. അങ്ങനെ മാറ്റി പറഞ്ഞു. ദൈവം അനുഗ്രഹം പുതുക്കി അവനെ അഭിഷേകം ചെയ്തു, അനുഗ്രഹത്താൽ നിറച്ചു. അതിനുശേഷം കർത്താവ് യാക്കോബിന്റെ കൂടെ. ഈ യാക്കോബിനോട് ദൈവം ബേഥേലിൽ വെച്ച് പറയുന്നുണ്ട്, ഞാൻ അബ്രാഹത്തിന്റെ ദൈവമാണ്, ഇസഹാക്കിന്റെ ദൈവമാണ്. പിന്നീട് യാക്കോബ് ഈ ദൈവത്തെ കൂടെ കൂട്ടിയപ്പോ നമ്മൾ പറയാൻ തുടങ്ങി, യാക്കോബിന്റെ ദൈവമേ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ദൈവം നമ്മുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അബ്രഹാമിന്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കോബിന്റെ ദൈവമെന്നും ദൈവം തന്നെ പല സ്ഥലത്തും വിശുദ്ധ ബൈബിളിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ദൈവം. വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ആത്മീയ ജീവിതയാത്രയെ കുറിച്ചൊരു പുസ്തകമുണ്ട്. അതില് കുഞ്ഞ് ജോസഫിന്റെ സ്വഭാവം വരുന്നുണ്ട്. കർത്താവേ, അബ്രഹാമിന്റെ ദൈവമേ, ഇസഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, യോസഫിന്റെയും ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞു ജോസഫ് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവമായിട്ട് നമ്മുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന മനസ്സുള്ള ദൈവമാണ് ഈ ദൈവം, നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ്. ഈ കർത്താവിനെ നമ്മൾ അതുപോലെ ചേർത്ത് പിടിച്ചാൽ, അബ്രാഹത്തെ പോലെ, ഇസഹാക്കിനെ പോലെ, യാക്കോബിനെ പോലെ കർത്താവിനെ ചേർത്ത് പിടിച്ചാൽ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ചിലതൊക്കെ തിരുത്തി പറഞ്ഞ് ജീവിതത്തെ ക്രമപ്പെടുത്തി കുമ്പസാരിച്ച് പാപം വിട്ടുപേക്ഷിച്ച് ദൈവത്തിന്റെ സ്വന്തമായ മക്കളായിട്ട് മാറിയാൽ നാമും ദൈവത്തിന്റെ സ്വന്തമായി മാറുകയില്ല. ദൈവം നമ്മുടെ സ്വന്തമായിട്ട് മാറും. നമ്മുടെ പേരിൽ കർത്താവ് അറിയപ്പെടും, യാക്കോബിന്റെ ദൈവമെന്നും. അതോടൊപ്പം നമ്മൾ ഓരോരുത്തരുടെയും പേരിൽ ഓസ്കോന്റെ ദൈവമെന്നും നിന്റെ പേരിലും ദൈവം അറിയപ്പെടുന്ന വലിയൊരു അഭിഷേകം നമ്മിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അത്രമാത്രം കൂടെ വസിക്കാനും ഇടപെടാനും കൈവിടാതെ എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് നിന്നെ തിരിച്ചു കൊണ്ടുവരുന്നത് വരെ ഞാൻ നിന്നെ കൈവിടില്ല. ദൈവത്തിന്റെ പ്രോമിസ മക്കളെ, ദൈവം കൈവിടില്ല. ഈ ദൈവ സാന്നിധ്യം നമ്മിലും നമ്മുടെ കുടുംബത്തിലും നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുമ്പോ, ദൈവം കടന്നു വരുമ്പോ ദൈവത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച് അവിടെ ബലിപീഠമുണ്ടാക്കി യാക്കോബ് ഒരു കല്ല് നാട്ടി അതിനെ ബേഥേൽ എന്ന് പേരിട്ട് ദൈവത്തിന്റെ ഭവനം എന്ന് പറഞ്ഞ് ദൈവ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞ് ദൈവത്തെ അതുപോലെ ചേർത്ത് പിടിച്ച പോലെ ദൈവത്തെ ചേർത്ത് പിടിച്ച് ആ ദൈവഭവനത്തിൽ ദൈവത്തിന്റെ കൂടെ ആയിരിക്കുവാൻ നമുക്കും ഇടയാകട്ടെ. അതിനുള്ള ഭാഗ്യമാണ് മക്കളെ. ദിവ്യകാരുണ്യം, കൂദാശകൾ, നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ ദൈവാലയം, ഇവിടെയൊക്കെ ഈ ദൈവത്തെ കണ്ടെത്തണം, ദൈവ സാന്നിധ്യം അനുഭവിക്കണം. അങ്ങനെ നമ്മൾ ദൈവത്തെ ചേർത്ത് പിടിച്ചാൽ, ദൈവ സാന്നിധ്യത്തിൽ ജീവിച്ചാൽ അനുഗ്രഹങ്ങൾ അതിനാൽ തന്നെ വരും. ദൈവം നമ്മെ കൈവിടില്ല. എല്ലാ വാഗ്ദാനങ്ങളും നമ്മിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കും. വലിയ പ്രാർത്ഥനയോടെ ദിവ്യാനുസരണത്തിൽ നമുക്കായിരിക്കാം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യകാരുണ്യത്തിൽ ഞങ്ങളുടെ കൂടെ വസിക്കുവാൻ വേണ്ടി തിരുമനസ്സായി ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്ന് ഞങ്ങളുടെ കൂടെ വസിക്കുവാൻ വേണ്ടി എത്രയോ ആഗ്രഹിച്ചിട്ടാണ് അങ്ങ് ദിവ്യകാരുണ്യമായി മാറിയത്. ആ വലിയ സ്നേഹം അനുഭവിച്ചുകൊണ്ട് അങ്ങയെ കൂടെ നിർത്തുവാൻ വേണ്ട വലിയ അഭിഷേകം കർത്താവേ, ഞങ്ങളുടെ മക്കളായ ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങൾ കണ്ടു ജോസഫിന്റെ കൂടെ അവൻ ഒറ്റപ്പെടുത്തപ്പെട്ടപ്പോ, അടിമയായി വിൽക്കപ്പെട്ടപ്പോ, അവൻ ആകപ്പാടെ ഏകാന്തതയിലും ആകപ്പാടെ തകർന്നിരുന്നപ്പോ അങ്ങ് അവന്റെ കൂടെ അവനെ സഹായിക്കാൻ
ശക്തിപ്പെടുത്താൻ, സൗഹൃദം നൽകാൻ, നിരാശപ്പെടാതിരിക്കാൻ അങ്ങ് ആ മകന്റെ കൂടെ ഉണ്ടായി. ഈശോയെ, അതിലൂടെയൊക്കെ ഞങ്ങളും അങ്ങയുടെ വാഗ്ദാനം സ്വീകരിക്കുകയാണ്. ഞങ്ങളുടെ ഏതവസ്ഥയിലും അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്ന കർത്താവാണ്. ഏത് കാരാഗൃഹത്തിലും, ഏത് അടിമപ്പണിയിലും, ഏത് പ്രവാസത്തിലും, ഏത് ചതിയിലും, ഒറ്റപ്പെടുത്തപ്പെട്ട അവസ്ഥയിലും ഈശോയെ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. ആ വലിയ വാഗ്ദാനം ജോസഫിലൂടെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇന്നേ ദിനം ഞങ്ങളെ അനുഗ്രഹിച്ച കർത്താവെ, ഞങ്ങളങ്ങയെ ആരാധിച്ച് നന്ദി പറയുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തില്, ഞങ്ങളുടെ കുടുംബത്തില് അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. കർത്താവെ, എന്തു വന്നാലും നിരാശപ്പെടാതെ ജീവിക്കാൻ, പരാതിപ്പെടാതെ ജീവിക്കാൻ, ഏത് തകർച്ചകൾ വന്നാലും എല്ലാം നന്മയ്ക്കാക്കി മാറ്റും എന്നുള്ള ആ വലിയ പ്രതീക്ഷയിൽ ഉറച്ചു നിൽക്കാൻ ജോസഫിന്റെ സംഭവം ഞങ്ങൾക്കിടയാകട്ടെ. എല്ലാം പ്രതികൂലമെന്ന് പറയുമ്പോഴും, എല്ലാം നശിച്ചു എന്ന് പറയുമ്പോഴും, എല്ലാവരും ഒറ്റപ്പെടുത്തപ്പെടുമ്പോഴും കർത്താവേ, അങ്ങയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, അങ്ങയിൽ ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. അങ്ങ് ഗുണയുണ്ടെങ്കിൽ ഞങ്ങളെ അവിടുന്ന് ഉന്നത സ്ഥാനീയരാക്കും. ആ വലിയ വാഗ്ദാനത്തെ സ്വീകരിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾ അങ്ങേയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യമേ, എന്റെ പൊന്നേശുനാഥ, വന്നു വാണിടുമോ എന്റെ ഹൃദയത്തിനുള്ളിൽ, സ്നേഹകൂദാശയായി തീർന്നൊരാ ദൈവ സ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. അപ്പത്തിന്റെ രൂപം സ്വീകരിച്ച് തിരുവോസ്തി രൂപനായി മാറി ഞങ്ങളിൽ അലിഞ്ഞ് അഴിഞ്ഞ് ഒന്നായി തീരാൻ മാത്രം ഞങ്ങളെ സ്നേഹിച്ച ദിവ്യകാരുണ്യശോയെ, അങ്ങ് കൂടെ വസിക്കുമ്പോ ജോസഫിനെ പോലെ അങ്ങേക്ക് അപ്രതികരമായിട്ട് നീചമായി പ്രവർത്തിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ. ജോസഫിന്റെ ആ ചങ്കൂറ്റം, ജോസഫിന്റെ ആ തീരുമാനം, പാപസാഹചര്യം അതുപോലെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ, സുഖഭോഗത്തിനുള്ള സൗകര്യം അതുപോലെ മുമ്പിൽ നിൽക്കുമ്പോ അങ്ങേ വിട്ടുപേക്ഷിക്കാതെ, കൽപ്പനകൾ ലംഘിക്കാതെ, അങ്ങേക്കെതിരെ പ്രവർത്തിക്കാതെ കർത്താവേ ഉറച്ചു നിന്ന ജോസഫിന്റെ ആ പരിശുദ്ധിയും ആ വിശ്വാസത്തിന്റെ വിശ്വസ്തതയുടെ ഉറപ്പ് നൽകി ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, അവിശ്വസ്തതകളിലൂടെ, അനുസരണക്കേടിലൂടെ അങ്ങയെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഞങ്ങളുടെ ജീവിതങ്ങളെ വലിയ മാനസാന്തരത്തിലേക്ക് നയിച്ച്, അനുതാപത്തിലേക്ക് നയിച്ച് വീണ്ടും അങ്ങയെ ചേർത്ത് പിടിക്കാൻ, അങ്ങയെ കൂടെ നിർത്താൻ, അങ്ങയുടെ കൂടെ ജീവിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഇടയാകട്ടെ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങള് കേട്ട വചനമനുസരിച്ച്, ജോസഫിന്റെ മാതൃകയനുസരിച്ച് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതത്തെയും കർത്താവിന്റെ സന്നിധിയില് സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ ശക്തമായ ആശീർവാദം ജോസഫിലേക്ക് എന്ന പോലെ നമ്മിലേക്കും, നമ്മുടെ ജീവിതത്തിലേക്കും, നമ്മുടെ കുടുംബത്തിലേക്കും, നമ്മുടെ മക്കളിലേക്കുമൊക്കെ നിറയപ്പെടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിനായി നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഒരു നിമിഷം നമുക്ക് വ്യക്തിപരമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ദിവ്യകാരുണ്യനാഥന്റെ തിരുമുഖത്തേക്ക് നോക്കി ഇതുപോലെ നമ്മുടെ കൂടെ, നമ്മിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കളിൽ, കുടുംബത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ആ വലിയ കരുണയെ സന്തോഷത്തോടെ സ്വീകരിച്ച് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് മക്കളെ കർത്താവിന്റെ സാന്നിധ്യം. അതാണ് അനുഗ്രഹം. ആ വലിയ അനുഗ്രഹത്തിന് വേണ്ടി ഈ ആശീർവാദ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എന്നിലും എന്റെ കുടുംബത്തിലും മക്കളിലും ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിന്റെ ശക്തമായ മുദ്രയാൻ
അവിടുത്തെ സാന്നിധ്യം നമ്മുടെ കൂടെ വസിക്കാൻ, നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈശോയെ അങ്ങേ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. ഈശോയെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.